വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെയും കോൺഗ്രസ് എന്ന പാർട്ടിയുടെയും പൊയ്മുഖം അഴിഞ്ഞു വീണ ദിവസമായിരുന്നു എന്ന് ഇന്ന് രാവിലെ ന്യൂസ് 18 മലയാളം ഒരു ബ്രേക്കിംഗ് ന്യൂസ് നൽകുകയുണ്ടായി. ആ ബ്രേക്കിംഗ് ന്യൂസിലെ പ്രധാന വിഷയമെന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി തന്നെയായിരുന്നു. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ലൈംഗിക വിവേചനം തന്നെയായിരുന്നു അതിലെ പ്രധാന വിഷയം. വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത് ന്യൂസ് 18 മലയാളത്തിന് അഭിമുഖം നൽകിയ മുൻ കോൺഗ്രസിന്റെ AICC അംഗം, അതായത് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന കമ്മിറ്റിയിലെ അംഗമായിരുന്ന സിമി റോസ്ബെൽ ജോൺ. സിമി റോസ്ബെൽ ജോൺ പറയുന്ന ആക്ഷേപങ്ങൾ 4. ഒന്ന്, കോൺഗ്രസിനുള്ളിൽ വി.ഡി. സതീശൻ ഉൾപ്പെട്ട ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഗുരുതരമായ ആക്ഷേപം ഒരു മുൻ AICC അംഗം കൂടിയായ വനിതാ നേതാവ് ഉന്നയിക്കുന്നു. ഇത്രയും നാളും സിനിമയിലെ പവർ ഗ്രൂപ്പിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന് സർക്കാരിനോട് ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടുന്ന ഒരു പവർ ഗ്രൂപ്പ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വെളിപ്പെടുത്തിയത് കോൺഗ്രസിന്റെ ഒരു മുൻ AICC അംഗമാണ്. അവർ നടത്തുന്ന രണ്ടാമത്തെ വെളിപ്പെടുത്തൽ കോൺഗ്രസിനുള്ളിൽ ശക്തമായ ലിംഗവിവേചനം നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. മൂന്നാമത്തെ ആക്ഷേപം അത് അതീവ ഗുരുതരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അവസരം ലഭിക്കണമെങ്കിൽ ചൂഷണത്തിന് നിന്നുകൊടുക്കണമെന്നൊരു സ്ഥിതിവിശേഷം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നതായി അവർ ആരോപിച്ചു. നാലാമത്തെ ആക്ഷേപം അത് മുതിർന്ന സ്ത്രീകളായ നേതാക്കളെ കുറിച്ചുള്ളതാണ്. മുതിർന്ന സ്ത്രീകളായ നേതാക്കളെ കൂട്ടം ചേർന്ന് പരിഹസിക്കുന്ന ഒരു സംസ്കാരം കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്നതായും സിമി റോസ്ബെൽ ജോൺ വെളിപ്പെടുത്തുകയുണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ക്ലാസ് എടുക്കുന്ന തിരക്കിലായിരുന്നു. ധാർമ്മികതയുടെ ക്ലാസ് എടുക്കാൻ വി.ഡി. സതീശൻ കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടെ 1ലേറെ വാർത്താ സമ്മേളനങ്ങളാണ് നടത്തിയത്. പക്ഷേ ആ വി.ഡി. സതീശൻ കൃത്യമായി സ്വന്തം പാർട്ടിയിലെ 2 ബലാത്സംഗ കേസ് പ്രതികളെ, കോവളം MLA ആയിട്ടുള്ള M. വിൻസെന്റിനെയും പെരുമ്പാവൂർ MLA ആയിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളിയെയും കൃത്യമായി സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ ധാർമ്മികതയുടെ ക്ലാസ് എടുത്തത് എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ അപ്പോഴാണ് ഇതാ ഒരു കോൺഗ്രസിന്റെ മുൻ AICC അംഗം ആയ വനിതാ നേതാവ് തന്നെ വി.ഡി. സതീശൻ ഉൾപ്പെട്ട ഒരു പവർ ഗ്രൂപ്പ് കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നത്. ഈ അവസരത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന വി.ഡി. സതീശൻ ഉത്തരം പറയേണ്ട 4 ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, കോൺഗ്രസിനുള്ളിൽ ശക്തമായ ലിംഗവിവേചനം സിമി റോസ്ബെൽ ജോൺ വെളിപ്പെടുത്തിയതുപോലെ നിലനിൽക്കുന്നുണ്ടോ? 2, അതാണ് ഏറ്റവും ഗുരുതരം, വി.ഡി. സതീശൻ ഉൾപ്പെട്ട ഒരു പവർ ഗ്രൂപ്പ് കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടോ? 3, അവസരം ലഭിക്കണമെങ്കിൽ ചൂഷണത്തിന് നിന്നുകൊടുക്കണമെന്നൊരു സ്ഥിതിവിശേഷത്തിലൂടെയാണോ കോൺഗ്രസിലെ വനിതാ പ്രവർത്തകരും നേതാക്കളും കടന്നു പോകുന്നത് എന്നും ഉത്തരം പറയേണ്ടത് വി.ഡി. സതീശൻ തന്നെയാണ്. അതോടൊപ്പം 4ാമത്തെ സിമി റോസ്ബെൽ ജോണിന്റെ ആക്ഷേപത്തിനും വി.ഡി. സതീശൻ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. പ്രായമായ കോൺഗ്രസിലെ വനിതാ നേതാക്കളെ കൂട്ടമായി ചേർന്ന് പരിഹസിക്കുന്ന സംസ്കാരം കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് വി.ഡി. സതീശൻ ഇനി ഉത്തരം പറയാതെ കടന്നു പോകാനാകില്ല എന്നതാണ് വസ്തുത. കാര്യം, AICC അംഗമായിരുന്ന കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന സമിതിയായ AICCയിലെ അംഗമായിരുന്ന ഒരു വനിതാ നേതാവാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് കോൺഗ്രസിൽ വി.ഡി. സതീശൻ ഉൾപ്പെട്ട ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. സിനിമയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ചും ലൈംഗിക ചൂഷണങ്ങളെ കുറിച്ചും വാതോരാതെ സംസാരിക്കുന്ന വി.ഡി. സതീശൻ സ്വന്തം പാർട്ടിയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ച് താൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്ന പവർ ഗ്രൂപ്പിനെ കുറിച്ച് ഈ നിമിഷം വരെ ഒരു വാചകമോ ഒരു പരാമർശമോ പുറത്തുവിട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമായ വസ്തുതയാണ്. എന്തായാലും വി.ഡി. സതീശനെയും കോൺഗ്രസ് പാർട്ടിയെയും ഗുരുതരമായി പ്രതിരോധത്തിലാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ന്യൂസ് 18 മലയാളം പുറത്തുവിട്ടിരിക്കുന്നത്. ന്യൂസ് 18 മലയാളം ഇതുവരെ ആ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം പുറത്തുവിട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അത് പുറത്തുവിടുമ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം കണ്ട അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി കണ്ട വലിയ ഒരു കോളിളക്കത്തിനായിരിക്കും അത്
കാരണമാവുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെയും കോൺഗ്രസ് പാർട്ടിക്കെതിരെയും ലിംഗവിവേചനമടക്കമുള്ള ആക്ഷേപങ്ങളുമായി മുൻ AICC അംഗം സിമി റോസ്ബെൽ ജോൺ രംഗത്ത് വന്നിരിക്കുകയാണ്. ന്യൂസ് 18 മലയാളമാണ് അവരുടെ അഭിമുഖം ജനങ്ങളുമായി പങ്കുവച്ചത്.